ഓം മിത്രായ നമ. പ്രപഞ്ചന 777 യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം. ഇന്ന് ഓറ അഥവാ പ്രഭാവലയം എന്താണെന്ന് നോക്കാം. ഓറയെ തേജോവലയം, കാന്തിവലയം, ദിവ്യശോഭ, ധ്രുവദീപ്തി, പരിവേഷം എന്നൊക്കെ വിളിക്കപ്പെടുന്നു. ഒരു വ്യക്തിയുടെയോ ജീവിയുടെയോ വസ്തുവിൻ്റെയോ ചുറ്റുമായി കാണപ്പെടുന്ന ഊർജം നിറഞ്ഞ പ്രകാശവലയത്തെയാണ് ഓറ എന്ന് പറയപ്പെടുന്നത്. ഇത് സൂക്ഷ്മമായ ഒരു പ്രകാശവലയമായതുകൊണ്ട് തന്നെ സാധാരണയായി കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ല. എങ്കിലും ചിലർ വർണ്ണങ്ങളോടെയോ പ്രകാശമായോ അനുഭവിക്കുന്നുണ്ട്. ഓറയുടെ നിറം, വലിപ്പം, തീവ്രത എന്നിവ വ്യക്തികളുടെ ആരോഗ്യം, മാനസികാവസ്ഥ, ആധ്യാത്മിക തലം എന്നിവയെ ആശ്രയിച്ച് മാറിക്കൊണ്ടിരിക്കും. ശരീരത്തിലെ ചക്രങ്ങളുമായി ഓറ ബന്ധപ്പെട്ടിരിക്കുന്നു. മലയാള സംസ്കാരത്തിലും ആധ്യാത്മിക പ്രക്രിയകളിലും ഓറയുടെ ആശയം പരോക്ഷമായി ഉൾപ്പെടുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ പൂജാരീതികളിൽ ദീപം കൊളുത്തുന്നത് ഒരു പ്രത്യേക ഊർജ്ജവൽക്കരണമായി കണക്കാക്കപ്പെടുന്നു. ഇത് ഓറയെ ശുദ്ധീകരിക്കുകയും പോസിറ്റീവ് ഊർജം വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു. ഓറയെ ശുദ്ധമാക്കാനും ശക്തിപ്പെടുത്താനും ധ്യാനം, യോഗ, പോസിറ്റീവായ ചിന്തകൾ എന്നിവ സഹായിക്കുന്നു. പച്ചയും നീലയും പോലെയുള്ള പ്രകൃതി നിറങ്ങൾ ഓറയെ സന്തുലിതമാക്കാൻ ഏറെ സഹായകരമാണ്. അതുകൊണ്ട് പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്നത് ഉത്തമമാകുന്നു. ഓറയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നമ്മുടെ ആന്തരിക ഊർജത്തെയും ബാഹ്യ ജീവിതത്തെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു പാത തന്നെ തുറക്കുന്നു. ഇത് നമ്മെ നമ്മുടെ യഥാർത്ഥ സ്വഭാവത്തോട് അടുപ്പിക്കുകയും ജീവിതത്തിൻ്റെ ആഴത്തെ അനുഭവിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ആത്മീയതയിൽ യാഥാർത്ഥ്യത്തെ അന്വേഷിക്കുന്നവർക്ക് എന്നെ ഫോളോ ചെയ്യാം. ഞാൻ പ്രപഞ്ചന. താങ്ക് യു.